മകളുടെ നിക്കാഹിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ ഓട്ടോ ഡ്രൈവറായ പിതാവ് തലേദിവസം അപകടത്തിൽ മരിച്ചു. ഇന്നാണ് 5 മക്കളിൽ ഏക മകളായ റിൻഷ മറിയത്തിന്റെ നിക്കാഹ് നടക്കേണ്ടിയിരുന്നത്. സന്തോഷത്തിന്റെ ആ പന്തലിലേക്കാണ് മജീദിന്റെ ചലനമറ്റ ശരീരമെത്തുന്നത്. 4 ആൺമക്കളും 1 മകളും ഭാര്യയും ഉൾപ്പെടെ 6 അംഗ കുടുംബം. ഡിഗ്രിക്ക് പഠിക്കുന്ന റിൻഷയെ ഇരുമ്പുഴയിലുള്ള കുടുംബത്തിലെ യുവാവാണ് വിവാഹം ചെയ്യുന്നത്. നിക്കാഹിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ഇന്ന് റിൻഷയെ മറ്റൊരാൾക്ക് കൈപിടിച്ച് ഏൽപ്പിക്കാനിരിക്കെ അപകട രൂപത്തിൽ വന്ന ദുരന്തം കുടുംബത്തെ ഒന്നാകെ തളർത്തി. ഉപ്പയുടെ മരണം വിശ്വസിക്കാനാകാതെ റിൻഷയുടെ സഹോദരങ്ങൾ ആശുപത്രിയിൽ വെച്ച് പൊട്ടിക്കരയുമ്പോൾ കണ്ടുനിന്നവർക്കും തേങ്ങലടക്കാനായില്ല. കിഴക്കേതലയുൾപ്പെടെയുള്ള മഞ്ചേരിയിലെ പ്രദേശത്തുകാർക്കും സുപരിചിതനാണ്. മഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള യത്തീംഖാന ഓട്ടോ ട്രാക്കിലാണ് മജീദ് ഓട്ടോ ഇടാറുള്ളത്. അതുകൊണ്ടുതന്നെ കിഴക്കേതലയിലുള്ള പരിചയക്കാർ മജീദിനെ തേടിയെത്തും. ഇന്നും പതിവ് പോലെ പരിചയത്തിലാണ് മജീദിനെ വിളിച്ചത്. ആ യാത്രയാണ് റിൻഷയുടെ പുതിയ ജീവിതത്തിലേക്ക് ഉപ്പ കൈ നൽകണമെന്ന സ്വപ്നം തകർത്തെറിഞ്ഞത്. മജീദിന്റെ മരണം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊന്നും ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല. മകളുടെ നിക്കാഹിന് സുഹൃത്തുക്കളെ ക്ഷണിച്ചുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് മജീദ് കഴിഞ്ഞ ദിവസം അയച്ച ശബ്ദ സന്ദേശം മരണശേഷം കേട്ട് സുഹൃത്തുക്കളുടെയും കണ്ണ് നിറഞ്ഞുപോയി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മകളുടെ നിക്കാഹിന് സുഹൃത്തുക്കളെ ക്ഷണിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശമായിരുന്നു അത്. ഇന്നലെ മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും മജീദ് ഓടിച്ച ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 5 പേരാണ് മരിച്ചത്. 5 പേർക്ക് പരിക്കുമുണ്ട്. ഓട്ടോ ഡ്രൈവറായ പയ്യനാട് തടപ്പറമ്പ് സ്വദേശി പുതുപ്പറമ്പിൽ അബ്ദുൽ മജീദ്, ഓട്ടോ യാത്രക്കാരായ പുല്ലൂർ കിഴക്കേത്തല സ്വദേശി മുഹ്സിന, സഹോദരി കരുവാരക്കുണ്ട് വളയൂർ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ തസ്നീമ, മക്കളായ റൈഹ ഫാത്തിമ, റിൻഷ ഫാത്തിമ എന്നിവരാണ് മരിച്ചത്. മുഹ്സിനയുടെ മക്കളായ മുഹമ്മദ് നഷാദ്, ഫാത്തിമ ഹസ, മുഹമ്മദ് അഹ്സാൻ, തസ്നീമയുടെ മകളായ മുഹമ്മദ് റിഷാമ എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച വൈകിട്ട് 5:30യോടെയാണ് അപകടം. ഭർത്താവിനൊപ്പം വിദേശത്തായിരുന്ന തസ്നീമ ബുധനാഴ്ചയാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. പുല്ലൂരിലുള്ള ബന്ധുവിനെ സന്ദർശിക്കാൻ പോവുകയായിരുന്നു കുടുംബം. ഇതിനിടയിലാണ് ദാരുണ സംഭവം. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ബന്ധുക്കൾക്ക് കൈമാറും. 20 വർഷമായി പയ്യനാട് തടപ്പറമ്പിൽ താമസിക്കുന്ന അബ്ദുൽ മജീദ് മഞ്ചേരി താണിപ്പാറ സ്വദേശിയാണ്. ഭാര്യ ഹഫ്സത്ത്, മുഹമ്മദ് ഹനീഫ, മുഹമ്മദ് ഫാരിസ്, മുഹമ്മദ് ജുനൈദ്, മുഹമ്മദ് ഇർഷാദ്, മുഹമ്മദ് ഷുഐബ്, റിൻഷ മറിയം എന്നിവർ മക്കളാണ്. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243.